ഇതിൻ്റെ ഒരു ആത്മകഥ ഇവിടെ പുസ്തക പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാനും ഒരു നന്ദി പറയുകയാണ്. കാരണം സിദ്ദിഖിനെ ഒരു സഹപ്രവർത്തകനായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത്. എന്ത് കാര്യത്തിനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്, പല അഡ്വൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറുണ്ട്. സിദ്ദിഖ് നടൻ എന്ന രീതിയിലല്ല നമ്മളോടൊക്കെ പെരുമാറുന്നത്. ഒരു സുഹൃത്ത് നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും പറയാനും അതിനൊരു മറുപടി, കൃത്യമായൊരു മറുപടി പറയാൻ കഴിവുള്ള ഒരാളാണ് സിദ്ദിഖ്. മദ്രാസിൽ ഞങ്ങളൊരു രഞ്ജിൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ചെറിയ ഒരു സംസാരം അവിടെ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് വന്ന ഒരു പാർട്ടീസാണ്. അവരാരാണെന്ന് പോലും നോക്കാതെ അതിന് അപ്പം തന്നെ മറുപടി കൊടുത്തു. അതിലൊരു ലേഡിയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊരു മറ വെക്കുന്ന ആളല്ല, അപ്പോൾ തന്നെ അതിന് മറുപടി കൊടുത്തു. കാരണം അതിന് കറക്റ്റ് മറുപടിയാണ് കൊടുത്തത്. പക്ഷെ അവർ വിചാരിച്ചില്ല അങ്ങനെ ഒരു മറുപടി കിട്ടുന്നു. ഇപ്പം ഞാൻ സിദ്ദിഖിനെ നോക്കി, അതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല. കൃത്യസമയത്ത് പറയേണ്ടത് കൃത്യമായിട്ട് പറയുന്ന ഒരു മറയില്ലാത്ത ഒരു വ്യക്തിയാണ് സിദ്ദിഖ്. ഒരാളാണ്. അത് കോമഡി ആണെങ്കിലും ഇമോഷൻസ്, സെന്റിമെന്റ്സ് എന്താണെങ്കിലും നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ അറിയാം, പാട്ട് പാടാൻ അറിയാം ഗംഭീരമായിട്ട്. ഇതിനേക്കാളെല്ലാം ഉപരി കഥ പറയാൻ അറിയാവുന്ന ആളാണ്. നല്ല തമാശ കഥകൾ പറയാൻ അറിയാം. തമാശ കഥ പറയാൻ തന്നെ ഒരുമാതിരിപ്പെട്ട ആൾക്കൊന്നും പറ്റില്ല. അഭിനയിക്കാൻ പറ്റും, പക്ഷെ കഥ പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കഥ എങ്ങനെ പറയണം, അത് എവിടെ ഏതെല്ലാം വാക്ക് ഉപയോഗിച്ച് ഏത് റൂട്ടിൽ കൂടി കൊണ്ടുപോകണം, അതിനെങ്ങനെ ക്ലൈമാക്സ് നിയന്ത്രിക്കണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഭയങ്കര കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ്. സിദ്ദിഖിനോട് ഞാൻ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ചെയ്ത പടങ്ങളിലെല്ലാം എന്നോട് പറയും, അശോക അത് അവിടെ ഇങ്ങനെ ഒരു സാധനം കൂടി ഇട്ടാലോ എന്നിട്ട്. അപ്പം നമ്മളത് ശരിക്കും ഞാനപ്പോൾ ചില സമയത്ത് റിഹേഴ്സൽ സമയത്തൊക്കെ സിദ്ദിഖിനെ നോക്കും. അപ്പം സിദ്ദിഖ് തലമുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയും. അതുപോലെ തന്നെ ഞങ്ങൾ ഊട്ടിയിൽ ചെയ്തൊരു പടം ലാലിൻ്റെ മോനൊക്കെ സൊസൈറ്റി ആയിട്ടുള്ള ഗോസ്റ്റ് ഹൗസ്, അതിലെന്നോട് ഞാനിങ്ങനെ ചായക്കടക്കാരനാണ്. അതിൻ്റെ അകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ടപ്പോൾ എൻ്റെ അടുത്തുണ്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ചൊറിഞ്ഞോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര യൂഷ്വലി ആവും അത് കാണാൻ. അങ്ങനെ പല സിനിമകളിലും എന്നോട് പല കാര്യങ്ങളും പറഞ്ഞു. അതൊരു എക്സ്പീരിയൻസ് ആണത്. അതുപോലെ തന്നെയാണ് നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ നമ്മൾ അങ്ങോട്ടും സംസാരിക്കുമ്പോൾ പെരുമാറുന്നത്.